പ്രിയങ്ക ഗാന്ധിയുടെ ബാഗായിരുന്നു കഴിഞ്ഞ ദിവസം രാജ്യം ചർച്ച ചെയ്തത്. വെറും ബാഗായിരുന്നില്ല, പലസ്തീനെ പിന്തുണയ്ക്കുന്ന ബാഗ്. ഈ ബാഗുമായാണ് പ്രിയങ്ക പാർലമെന്റിലെത്തിയത്. പ്രിയങ്കയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതീക്ഷിച്ച പോലെ ബി.ജെ.പിയും എത്തി. ഇപ്പോഴിതാ ബി.ജെ.പി നിലപാടിനെ ചോദ്യം ചെയ്തെത്തിയിരിക്കുകയാണ് പ്രിയങ്ക. ഞാൻ എന്ത് ധരിക്കണമെന്ന് ഞാൻ തീരുമാനിക്കുമെന്ന ഉറച്ച നിലപാട് പ്രിയങ്ക വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ബി.ജെ.പിയുടേത് പുരുഷാധിപത്യ നിലപാടാണെന്നും പ്രിയങ്ക വിമർശിച്ചു. ഞാൻ എന്ത് ധരിക്കണമെന്ന് ആരാണ് തീരുമാനിക്കുന്നത്? സ്ത്രീ എന്ത് ധരിക്കണമെന്ന് പറയുന്നത് തികച്ചും പുരുഷ കേന്ദ്രീകൃത മനോനിലയുടെ ഭാഗമാണ്. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. എനിക്കിഷ്ടമുള്ളത് ധരിക്കും. ബാഗുമായി ബന്ധപ്പെട്ടുള്ള എന്റെ നിലപാട് ഞാൻ വ്യക്തമാക്കിയതാണ്, പ്രിയങ്ക പറഞ്ഞു. പ്രിയങ്കയുടെ ബാഗിൽ പലസ്തീൻ എന്ന് എഴുതിയിരുന്നു. ബാഗിൽ പലസ്തീന്റെ ചിഹ്നങ്ങളും ഉൾപ്പെട്ടിരുന്നു. പലസ്തീനോടുള്ള ഐക്യദാർഢ്യം സൂചിപ്പിക്കുന്ന തണ്ണിമത്തന്റെ പടവും ബാഗിലുണ്ടായിരുന്നു. ബാഗുമായി നിൽക്കുന്ന പ്രിയങ്കയുടെ ചിത്രം വ്യാപകമായി പ്രചരിച്ചതോടെ ബി.ജെ.പിയുടെ പ്രതികരണവും പിന്നാലെ എത്തി. മുസ്ലിം പ്രീണനമെന്നാണ് ബി.ജെ.പി പ്രിയങ്കയുടെ പലസ്തീൻ ബാഗിനെ വിശേഷിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം പലസ്തീൻ പ്രതിനിധികളുമായി പ്രിയങ്ക ഗാന്ധി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പലസ്തീൻ നയതന്ത്ര പ്രതിനിധി ആബിദ് എൽറാസെഗ് അബി ജാസറുമായാണ് സ്വന്തം വസതിയിൽ വെച്ച് പ്രിയങ്ക കൂടിക്കാഴ്ച നടത്തിയത്. കൂടിക്കാഴ്ചയിൽ സ്വാതന്ത്ര്യത്തിനായുള്ള പലസ്തീൻ ജനതയുടെ പോരാട്ടത്തിന് പ്രിയങ്ക ഐക്യദാർഢ്യവും പിന്തുണയും അറിയിക്കുകയും ചെയ്തു. പലസ്തീനുമായുള്ള ദൃഢമായ ആത്മബന്ധവും പ്രിയങ്ക പ്രകടിപ്പിച്ചു. You want to say something? Why are you carrying this bag? I've said many times what my beliefs are regarding this. And if you look at my Twitter handle, all my comments are over there. They say that the parliamentarians can't carry this. Who's going to decide what clothes I wear now? Who's going to decide that? That's typical patriarchy, that you decide what clothes women wear also. Okay, I don't subscribe to that. I will wear what I want. കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ നഷ്ടപ്പെട്ട ഗാസയിലെ അമ്മമാരുടെ ദുഃഖത്തിനൊപ്പം നിൽക്കുന്നുവെന്ന് പ്രിയങ്ക ഗാന്ധി നയതന്ത്ര പ്രതിനിധികളോട് പറഞ്ഞു. കൂടിക്കാഴ്ചയിൽ നയതന്ത്രജ്ഞ പ്രതിനിധി സമ്മാനിച്ച ബാഗുമായാണ് പ്രിയങ്ക ഗാന്ധി ലോക്സഭയിലെത്തിയത്. പ്രിയങ്കയുടെ ബാഗും അതിലെ രാഷ്ട്രീയവും വലിയ തോതിൽ ചർച്ചയാകുകയും ചെയ്തു. മുൻ പ്രധാനമന്ത്രിമാരായ ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും കാലത്ത് പലസ്തീൻ നേതാവ് യാസർ അറഫാത്ത് ഇന്ത്യ സന്ദർശിച്ചിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തെ കണ്ടിരുന്നതായും പ്രിയങ്ക ഗാന്ധി ഓർത്തു. വെടിനിർത്തൽ കരാർ കൊണ്ടുവരുന്നതിൽ മാത്രമല്ല, ഇസ്രയേലിന്റെ സൈനിക ആക്രമണത്തിൽ തകർന്നടിഞ്ഞ ഗസയുടെ പുനർനിർമ്മാണത്തിലും ഇന്ത്യ സുപ്രധാന പങ്ക് വഹിക്കണമെന്ന് പ്രിയങ്ക ഗാന്ധിയുമായുള്ള ചർച്ചയിൽ നയതന്ത്ര പ്രതിനിധി ആവശ്യപ്പെട്ടു. ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട പ്രിയങ്ക ഗാന്ധിയെ നയതന്ത്ര പ്രതിനിധികളായ ആബിദ് എൽറാസെഗും അബി ജാസറും അഭിനന്ദിക്കുകയും ചെയ്തു. വെറുപ്പിലും അക്രമത്തിലും വിശ്വസിക്കാത്ത ഇസ്രയേൽ പൗരന്മാരുടെയും ലോകത്തെ എല്ലാ സർക്കാരുകളുടെയും ശരിയായ നിലയിൽ ചിന്തിക്കുന്ന ഓരോ വ്യക്തിയുടെയും ധാർമ്മിക ഉത്തരവാദിത്തമാണ് ഇസ്രയേലിന്റെ വംശഹത്യയെ അപലപിക്കുകയും വംശഹത്യയിൽ നിന്ന് ഇസ്രയേലിനെ തടയുന്നതിന് നിർബന്ധിക്കുകയും ചെയ്യണമെന്ന് പ്രിയങ്ക എക്സിൽ കുറിച്ചിരുന്നു. നാഗരികതയുടെയും ധാർമ്മികതയുടെയും ലോകത്ത് ഇസ്രയേൽ ഭരണകൂടത്തിന്റെ ക്രൂരമായ ഇത്തരം പ്രവർത്തനങ്ങൾ അംഗീകരിക്കാനാവില്ലെന്നും പ്രിയങ്ക വ്യക്തമാക്കിയിരുന്നു.